നമസ്കാരം, ഞാൻ ഫിജി തോമസ്. കേരള വിഷൻ ന്യൂസ് ലൈവ് എത്തോണുമായി വരുന്ന 2 മണിക്കൂറിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ 2 ആഴ്ചത്തെ പരിശ്രമം ഫലം കണ്ടതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ് താറുമാറായ റോഡുകൾ അധികാരികൾക്ക് മുന്നിൽ കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. അത്രയും അത് ഫലം കണ്ടിരിക്കുന്നു. ഏതൊക്കെ വാർത്തകളാണ് ഞങ്ങൾ ഈ നാളുകളിൽ അവതരിപ്പിച്ചത്, അതിനെന്ത് ഫലമുണ്ടായി, അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പ്രതിനിധികളും തത്സമയം നമ്മളോടൊപ്പം ചേരും. ഈ ലൈവത്തോൺ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് നിയന്ത്രിക്കുന്നത് നമിത നാരായണൻ, ആതിര ധർമ്മരാജ്, അനീഷ് വി, അർജുൻ ജയകുമാർ. സെൻട്രൽ ഡെസ്കിൽ നിന്നും വാർത്തകൾ എത്തിക്കുന്നത് ഭദ്രാചന്ദ്രൻ. എനിക്ക് മുന്നിൽ ക്യാമറ ചലിപ്പിക്കുന്നത് രവി മേനോൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 12 മണിവരെ ഈ ലൈവത്തോണിനൊപ്പം തുടരുക. നമുക്ക് തുടങ്ങാം. ഈ പരമ്പരയിലെ ഏറ്റവും അവസാനമായി എത്തിയ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. അത് പുതിയ റിപ്പോർട്ടുകളാണ്. ഇന്നാണ് ഈ റിപ്പോർട്ടുകൾ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനായി നമുക്ക് ആദ്യം കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിലെ ന്യൂ മാഹിയിലേക്ക് പോകാം. മാഹിയിലേക്ക് പോകും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ വില കുറഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ വാങ്ങാനാണ് എന്ന്. പക്ഷേ അല്ല. ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ ഗ്രാമീണ റോഡുകളെ കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണാനാണ്. ഗ്രാമീണ റോഡുകൾ നിറയെ കുഴിയാണ്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി നടപ്പാക്കാനായി റോഡ് വെട്ടി കുഴിയെടുത്ത ശേഷം ശാസ്ത്രീയമായി മണ്ണിട്ട് മൂടാത്തതാണ് നാട് നീളെ റോഡിൽ കുഴികളും ചെളിയും നിറയാൻ കാരണമായത്. ന്യൂഹാമി പഞ്ചായത്തിൽ റോഡിലെ കുഴിയിൽ വീണ് വാഹനാപകടം ഉണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഞാൻ ഇവിടെയാ കണ്ണൂരേ, നമ്മളെ ന്യൂമാഹി പഞ്ചായത്ത് ഉണ്ടല്ലോ, അവിടെ വന്നിട്ടുള്ളേ. ഇത് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം. അയ്യോ, പക്ഷെ റോഡില്ല ഇവിടെ, മൊത്തം ചെളിക്കുള. നടക്കാൻ വിചാരിച്ച് ഇതില്ല. ഇതാണ് അവസ്ഥ. ഞാൻ വിളിക്കാം. വീണ് പോയി കഴിഞ്ഞാൽ ചളിയിലാ. ഇതാണ് ന്യൂമാഹി പഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ. ജലജീവൻ മിഷന്റെ പ്രവൃത്തി തുടങ്ങിയത് മുതലാണ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാരുടെ നടുവൊടിയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിന്റെയും പുതുച്ചേരിയുടെയും അതിർത്തി പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇരുചക്ര വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഗ്രാമീണ റോഡുകളിലെ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഒരു തുടർക്കഥയായിരിക്കുകയാണ്. ഈ കുഴികളിലൂടെ ഇരുചക്ര വാഹനത്തിലോ ഓട്ടോയിലോ കാറിലോ പോകാമെന്ന് കരുതിയാൽ നടുവേദന കാരണം ചികിത്സ തേടേണ്ട ഗതികേടിലാണ് പൊതുജനങ്ങളുള്ളത്. ഇനി കാൽനടയായി പോകാമെന്ന് കരുതിയാലും റോഡിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം നടക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥിതിയാണ്. ന്യൂമാഹി പഞ്ചായത്ത് സാംസ്കാരിക നിലയം ഈച്ചി റോഡിൽ കുഴികളില്ലാത്ത ഭാഗം കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസകരമാണ്. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പ്രവൃത്തി 6 മാസം മുൻപ് തുടങ്ങിയ മുതലാണ് ഈ ഗതികേടിന്റെ തുടക്കമെന്ന് പൊതുപ്രവർത്തകനായ NK സജീഷ് പറയുന്നു. ജലജീവൻ മിഷൻ്റെ പ്രവൃത്തി തുടങ്ങിയതോടുകൂടി നമുക്ക് ന്യൂമാഹിയിലെ ഒരു റോഡിലൂടെയും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. വാഹനം യാത്ര എന്ന് പറഞ്ഞാൽ ദുരിതമാണ്. ആരും തന്നെ വാഹനം ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയുണ്ട്. രോഗികളോ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്ന വണ്ടികളോ ഈ പ്രദേശത്ത് വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. പലതവണ പഞ്ചായത്തുമായിട്ടും അതോടൊപ്പം തന്നെ ജലജീവൻ മിഷൻ്റെ അധികൃതരുമായിട്ടും ബന്ധപ്പെട്ടപ്പോൾ ഇപ്പം ശരിയാക്കാമെന്ന് പറയാമെന്നല്ലാതെ പ്രവൃത്തി തുടങ്ങുന്നതിൻ്റെ യാതൊരുവിധ ലക്ഷണവും കാണുന്നില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മീറ്റിങ്ങിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ജലജീവൻ മിഷൻ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പങ്കെടുത്തപ്പോൾ റീസ്റ്റോറേഷൻ സമയം തന്നെ അതാത് സമയത്ത് കുഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ റീസ്റ്റോറേഷൻ നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ, ന്യൂമാഹിയിലെ മുഴുവൻ റോഡുകളും ദുരിതപൂർണമാണ്, ആളുകളുടെ നടുവൊടിക്കുന്നതാണ്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ ദേഹത്ത് ചെളി പറ്റാതെ പോകാനാകാത്ത സ്ഥിതിയാണെന്ന് +2 വിദ്യാർത്ഥിയായ ശിവ അർജുന്റെ വാക്കുകൾ. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ചളിയെല്ലാം ഇതാക്കി പോകുന്ന വണ്ടി എടുത്ത് പോകുന്നതാണെങ്കിൽ അതിലും കഷ്ടമാണ്. കുഴിയിലെല്ലാം വീണ് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ റൂട്ട് സഞ്ചരിക്കാനായിട്ട്. വീണിട്ടുണ്ട് ഒരുപാട് പേര്.
പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡുകളിലൂടെ ഓട്ടോ ഓടിച്ചാൽ കിട്ടുന്ന പണത്തേക്കാളേറെ വാഹനത്തിന്റെ തകരാർ നന്നാക്കാൻ കൊടുക്കേണ്ടി വരുന്ന ദുരിതത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്ന് കരുതി ഓട്ടോ സർവീസ് പലപ്പോഴും ഇവർ നിർത്തിവെക്കാറുണ്ട്. എന്നാൽ പരിചയക്കാരും അവശരായ മനുഷ്യരും വിളിക്കുമ്പോൾ ഗതികെട്ടായാലും ഓട്ടോ എടുത്തിറങ്ങുമെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഈ കല്ലാങ്ങാടി റോഡിന് ഇങ്ങോട്ട് കസ്റ്റമർ വിളിച്ചാൽ തന്നെ നമ്മൾ വരത്തില്ല. എന്താണെന്ന് അത്രയും കുണ്ടും കുയ്യാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പം വരാതിരുന്നതിന് അവർ കംപ്ലയിൻറ്റ് ചെയ്യും. പക്ഷേ അതിനെക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന പൈസ തന്നെ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ പണിയുമില്ല, ഒന്നുമില്ല. ആ സ്ഥാനത്താണ് ഇവർ ഇങ്ങനത്തെ റോഡ് ഒന്നും ചെയ്യാത്തത്. ആഡംബരമായാലും ആരായാലും ഇവിടെ മണ്ണും ഒന്നും കൊണ്ടുവന്നിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ വിളിച്ചാൽ വണ്ടി പോകാറില്ല. സഹിച്ചുകൂടാനിട്ട് വരുന്ന നമുക്ക് വരാണ്ടിന്നൂടെ. എന്താ വെച്ചാൽ വീട്ടുകാർ വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളെ വിളിച്ചു കഴിഞ്ഞാൽ വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. തെരിയാലമ്പോ ഇവിടെ എന്താ ഒന്ന് ഇത് പൈപ്പിട്ട കൊണ്ട് ആയതായത് നമുക്ക് നടന്നിട്ട് വരെ പോയിക്കൂടാ. ഇതാ പ്രശ്നമുള്ളു. ഏത് ഭാഗത്തോട്ടിയാ പോണ്ടത് നോക്കൂ. കഴിഞ്ഞ ദിവസമാണ് ഒരു ലോഡ് കല്ല് കയറ്റി വന്ന ലോറി പെരിങ്ങാടി ഷിഫ ക്ലിനിക് റോഡിലെ ചെളിക്കുഴിയിൽ അകപ്പെട്ടത്. അത് നാട്ടുകാർ ചേർന്ന് റോഡരികിൽ കല്ലിറക്കിയാണ് ലോറി ചെളിക്കുഴിയിൽ നിന്നും കയറ്റിയത്. അതിന്റെ അവശേഷിപ്പായി ആ കല്ലുകൾ ഇപ്പോഴും അവിടെയുണ്ട്. പെരിങ്ങാടി മാങ്ങോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞ ദിവസം സ്കൂൾ വാഹനമാണ് കുഴിയിൽ താഴ്ന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ മാങ്ങോട്ടുകാവിലേക്ക് ഭക്തർ എത്താതായെന്ന വിഷമം പങ്കുവെക്കുകയാണ് വിശ്വാസികൾ. മാങ്ങോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നിത്യം ഒരുപാട് ഭക്തന്മാർ വരുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം അമ്പലത്തിൽ ഒരാളും വരാൻ മടിക്കുന്നു. പൂണ്ടുപോയി. ഇതിൽ വണ്ടി പൂണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾക്ക് വളരെ ഇതുണ്ട്. പിന്നെ നിത്യം അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാനോ പൈസ പിന്നെ ഭക്തന്മാരുടെ കുറവ് കാരണം അതിന് സാധിക്കുന്നില്ല. ഈ റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചോളൂ. 38.53 കോടി രൂപ ചെലവഴിച്ച് 2534 കണക്ഷനുകളാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ന്യൂമാഹി പഞ്ചായത്തിൽ നൽകുന്നത്. ഈ പദ്ധതി പൂർത്തിയാകണമെങ്കിൽ ചുരുങ്ങിയത് 10 മാസമെങ്കിലും എടുക്കും. എന്നാൽ നല്ല രീതിയിൽ പൊതുജനം ഉപയോഗിച്ചിരുന്ന റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ കരാറുകാരൻ കാണിക്കുന്ന ആവേശം ആ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കാണിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. റോഡിലെ കുഴികളിൽ വീണ് നിരവധി പേർക്ക് ഗുരുതരമായും അല്ലാതെയും പരിക്കേറ്റു. ഇനിയും എത്ര പേർക്ക് പരിക്കേറ്റാലാണ് കരാറുകാരന്റെയും ജൽജീവൻ മിഷൻ അധികൃതരുടെയും ഹൃദയത്തിൽ മനുഷ്യത്വം പുലരുക എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ദുർഘടപാതകൾ താണ്ടിയുള്ള ന്യൂമാഹി പഞ്ചായത്തുകാരുടെ ഈ യാത്ര ഇനിയും എത്ര നാൾ തുടരേണ്ടി വരും? കൃത്യമായി ഉത്തരം പറയാൻ ജൽജീവൻ മിഷൻ അധികൃതർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്കോ സാധിക്കുന്നില്ല. ഇതിനൊരു കൃത്യമായ പരിഹാരമുണ്ടാകട്ടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. റിയാസ്, മാഹിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും മാഹിയിലെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇതാണ്. അതിൻ്റെ നേർചിത്രമാണ് റിയാസ് അവിടെ നിന്നും പകർത്തി പ്രേക്ഷകർക്ക് മുന്നിൽ, അധികാരികൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. പക്ഷേ നഗരത്തിലെ റോഡുകളിലെ ഗ്രാമീണ റോഡുകൾ മികച്ചതാണെന്നാണ് മന്ത്രിമാർ വരെ പറയുന്നത്. പക്ഷേ അത് ഗ്രാമീണ റോഡുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ ഇതിനൊക്കെ നേരെ വിപരീതമായിരുന്നു. പരാതി പരിഹരിക്കാൻ ആരുമില്ലാതെ നരകയാത്ര നയിക്കുകയാണ് നമ്മുടെ ഗ്രാമീണവാസികൾ എന്നതുള്ളതാണ് വാസ്തവം. ദിനം പ്രതി അവർ യാത്ര ചെയ്യുന്ന പാതയിലൂടെ ദുരിതയാത്ര പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കേരള വിഷൻ. ശോചനീയ അവസ്ഥയിലുള്ള തലസ്ഥാന നഗരിയിലെ റോഡുകളെ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഞങ്ങൾ എത്തി നിൽക്കുന്നത് അരശുമൂട് കുഴിവിള റോഡാണ്. റോഡ് എന്ന് പറയുന്നതിൽ ടെക്നിക്കലി ഒരുപക്ഷെ എറർ ഉണ്ടാവാം. കാരണം ഇത് ഇപ്പോഴൊരു റോഡല്ല, റോഡ് ആയിരുന്നു. PWD റോഡാണ്. എന്താണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. അരശുമൂട് കുഴിവിള റോഡിന്റെ ശോച്യാവസ്ഥ നേരിട്ട് കണ്ടറിയാൻ ഇറങ്ങിയ ഞങ്ങൾ ആദ്യം ഒന്ന് സംശയിച്ചു. നാട്ടിലെ ഒരു വീട്ടിൽ കയറി സംശയം തിരക്കി. റോഡ് ഇത് തന്നെ. കഴക്കൂട്ടം ബൈപ്പാസ് മാറി അരശുമൂട് കുഴിവിള റോഡിലേക്ക് കയറിയാൽ പിന്നെ ഏകദേശം 3.5-4 കിലോമീറ്ററോളം തോടും ചതുപ്പും കുന്നും കുഴിയും കടന്നൊരു സാഹസിക യാത്രയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നരകയാത്ര. 10 വർഷമായി
ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയുണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ വീഴുകയും കാലൊടിയുകയും എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് നമ്മൾ അവരുടെ അടുത്ത് ഭാരവാഹികളുടെ അടുത്ത് പറഞ്ഞാലും അവർ പറയും ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യുമെന്ന്. ആശുപത്രിയിൽ എന്നെ ഇപ്പം വീണ്ടും കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ജില്ലയിലെ IT നഗരത്തിനോട് ചേർന്നുള്ള ഒരു PWD റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു വശത്ത് വികസനവും വളരുന്ന ടെക്നോളജിയും വിളിച്ചോതി ടെക്നോ പാർക്കും ഇൻഫോസിസും ഉൾക്കൊള്ളുന്ന IT നഗരം ആകാശ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ അതേ IT നഗരത്തിന്റെ മറുവശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. വികസനത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ, ജീവിതങ്ങൾ. ഇന്നോ ഇന്നലെയോ പെയ്ത മഴയിൽ കെട്ടിനിൽക്കുന്ന വെള്ളമല്ലിത്. എല്ലായ്പ്പോഴും ഈ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. കഴിഞ്ഞ 8 വർഷമായി റോഡ് തകർന്നു കിടക്കുന്നു. ഇതുവഴി ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ റോഡ് ആദ്യമായി നേരിട്ട് കാണുന്ന ഏതൊരാളും ഞെട്ടും. ഇന്ന് സൈക്കിളിൽ പോണമെങ്കിൽ പോലും നേരത്തെ ലൈഫ് ഇൻഷുറൻസ് മറ്റും എടുത്തു വെച്ചേക്കണം. ഒരു ഞാണിന്മേൻ കളിയാണ് ഇതിലൂടെയുള്ള യാത്ര. എനിക്ക് 2004 റവന്യൂ വകുപ്പിൽ ജോലി കിട്ടി. ഞാൻ അന്ന് കളക്ടറേറ്റിലായിരുന്നു. കളക്ടറേറ്റിൽ ഞാൻ പോയിരുന്നത് ഇവിടുന്ന് ഈ റൂട്ടിലുള്ള ബസ്സിൽ കയറിയായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, നദിയാണ് റോഡിൽ കൂടെ. ഞങ്ങൾ ഇത്രയും വെള്ളത്തിൽ ഞാൻ നീന്തിയിട്ടുണ്ട് ഈ റോഡിൽ. MLA ഇവിടെ വന്ന് നോക്കിയതാണ്. MLA, കളക്ടർ എല്ലാവരും വന്നതാണ്. നിങ്ങൾ എന്താണെന്ന് ചെയ്തോളാന്നാണ് പറയുന്നത്. നമ്മളെന്ത് ചെയ്യാനാ? നമ്മൾ വെറും പൊതുജനല്ലേ, മുഖത്ത് ചെയ്യാൻ പറ്റുന്നു. IT മേഖലയ്ക്ക് ചുറ്റുമുള്ള ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് 550ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇന്ന് പക്ഷേ റോഡ് ഭയന്ന് പലരും വീടുപേക്ഷിക്കുന്ന അവസ്ഥ. ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടും അധികാരികളുടെ അനാസ്ഥ ഉയർത്തിക്കാട്ടാൻ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. മലിനജല ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത ജോലികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. സ്കൂൾ ബസ്സോ ആംബുലൻസോ ഓട്ടോയോ പോയിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ നടക്കാൻ പോലും കഴിയില്ല. രാത്രിയാണെങ്കിൽ ഒട്ടും പറ്റില്ല. ഒരു ഓട്ടോ ഒരു ഇതിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് പിന്നെ അവിടുന്ന് റോഡിൽ നിന്ന് ഇറങ്ങി തലേ ചുമന്ന് ഇങ്ങ് വീട്ടുകളിൽ കൊണ്ടുവരും. ഒരു ഓട്ടോ ഒരു ഇതിലേ വരില്ല. അത്ര ഒരു ബുദ്ധിമുട്ടാണ്. അറിയാതെ പോലും ആരും ഈ വഴി വരാതിരിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ തന്നെ സ്ഥാപിച്ചൊരു ബോർഡാണിത്. ഇവിടെ താമസിക്കുന്നവർ മനുഷ്യരാണ്. മൃഗങ്ങളോട് പോലും ഈ വിധം ക്രൂരത പാടില്ല. കണ്ണു തുറന്ന് കാണണം അധികൃതർ. വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിക്കൂടാ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. കണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മുടെ തിരുവനന്തപുരത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയാണ് അവിടെ നിന്ന് സൂര്യഗായത്രി നമുക്ക് ഈ പകർത്തി നൽകിയത്. അധികാരികൾ ഇത് ശ്രദ്ധിക്കട്ടെ, അവർ നടപടിയെടുക്കട്ടെ. ഈ പ്രദേശവാസികളൊക്കെ അവരുടെ പ്രതികരണം നടത്തുകയുണ്ടായി. നിസ്സഹായരാണവർ, എന്ത് ചെയ്യാൻ കഴിയും? പരാതി കൊടുക്കുന്നു, പ്രതിഷേധിക്കുന്നു, പക്ഷേ യാതൊരു ഫലവുമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇതുപോലത്തെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ, പ്രദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. നമ്മുടെ പ്രതിനിധികൾ ഇപ്പോൾ 3 പേർ സജ്ജമായിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രധാന നഗരങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകാൻ. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, പരിചയപ്പെടാം. അതിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ തേടാം. ആദ്യം അവർ നമുക്ക് പരിചയപ്പെടും, അതിനുശേഷം അവർ നേരത്തെ നൽകിയ റിപ്പോർട്ട് നൽകും. അതിനുശേഷം അവർ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥയും തുടർന്ന് വിവരിക്കുന്നതായിരിക്കും. നമുക്ക് എബി ജോൺ തോമസിലേക്ക് പോകാം. ആദ്യം കൊച്ചിയിലേക്ക്, അതിനുശേഷം മേഘനയുണ്ട് കോഴിക്കോട്, സൂര്യഗായത്രിയുണ്ട് തിരുവനന്തപുരത്ത്. എബി, സുഖമല്ലേ? എബി എവിടെയാണ് നിൽക്കുന്നത്? ഫിജി, ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ കൊച്ചിയിൽ ഏറ്റവും അധികം പ്രശ്നം അനുഭവിക്കുന്ന അരൂര് തുറവൂര് എലിവേറ്റഡ് ഹൈവേ വരുന്ന ആ ഭാഗത്ത് ആണ് നമ്മൾ നിലവിലുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഇവിടെ നിന്നുള്ള വാർത്തകൾ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ പ്രതിഷേധം ഉയരുന്നതിൽ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം കുറേ നാളുകളായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, കുറേ നാളുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദുരിതയാത്രയുടെ ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ ജോലി നടക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള മുൻകരുതലുകളും ഇല്ലാതെയായിരുന്നു ഈ എലിവേറ്റഡ് ഹൈവേയുടെ ജോലിയിലേക്ക് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും
ഈ ഒരു സംഭവം ഇന്നിപ്പോൾ ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കുകയാണ്. റോഡ് ഗതാഗത യോഗ്യമാക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള വികസന പരിപാടികളിലേക്ക് പോകേണ്ടതെന്നായിരുന്നു ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് നടക്കാത്തൊരു സാഹചര്യമാണ്. ദുരിതയാത്ര തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാകും. ഓടകളുടെ സംവിധാനം കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല, റോഡ് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഈ ചെറിയ റോഡിലൂടെ കുണ്ടും കുഴിയുമായി നിറഞ്ഞ ഈ റോഡിലൂടെ വേണം അരൂര് മുതൽ തുറവൂര് വരെ ഭാഗത്തേക്ക് ഇത്തരത്തിലുള്ള വലിയ നടപടികൾ അല്ലെങ്കിൽ യാത്രകൾ ഇവർക്ക് നടത്തേണ്ടിയിരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ സ്ഥിരമായി തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഫലം കാണണമെന്ന് തന്നെയാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്തായാലും നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് തൊട്ടടുത്ത ദിവസം തന്നെ ആലപ്പുഴയിലെ കളക്ടർ ഇവിടെ വരികയും ഈ പ്രദേശം പരിശോധിക്കുകയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ ഉൾപ്പെടെ വരികയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് 3-ാം തീയതി മുതൽ 3 ദിവസം ഇത് അടച്ചിടുക, ഈ റോഡ് അടച്ചിട്ടതിന് ശേഷം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നായിരുന്നു. പക്ഷേ ഈ 3 ദിവസത്തിനുള്ളിൽ എത്രമാത്രം പരിപാടികളാണ് നടന്നിട്ടുള്ളത് എന്ന് അല്ലെങ്കിൽ എത്രമാത്രം നടപടികളാണ് നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഒരു തരത്തിലുള്ള നടപടികൾ ഈ 3 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഈ നടപടികൾ അത് പൂർത്തിയായെങ്കിൽ മാത്രമേ ഇതിലൂടെയുള്ള റോഡ് ഗതാഗതം എന്തായാലും കൃത്യമായ രീതിയിൽ സുഗമമായി തന്നെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ആ നിലയ്ക്കുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ. അവർ പ്രതിഷേധിക്കുകയാണ്. നമുക്കും അവരുടെ പ്രതിഷേധത്തിൽ പങ്കുചേരാം. നമുക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. കാരണം ഈ പാതയിലൂടെ കടന്നു പോകാത്തവർ ആരുമില്ല. ഞാനും കടന്നു പോയിട്ടുണ്ട്. വളരെ ദുഷ്കരമാണ് അവിടുത്തെ യാത്ര. അവർ പ്രതിഷേധിക്കുന്നതിൽ കൃത്യമായ കാരണമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം, സൂര്യഗായത്രിയിലേക്ക്. സൂര്യ നൽകിയ ഒരു റിപ്പോർട്ട്, ഗ്രാമീണ റോഡുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മളിപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സൂര്യ എവിടെയാണ് നിൽക്കുന്നത്? ആ പ്രദേശത്തിന്റെ എന്ത് പ്രതിസന്ധിയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അതിലേക്ക് വിശദമായി എത്താം. അതിനു മുമ്പ് സൂര്യക്ക് എന്താണ് ഈ ഒരു ലൈവത്തോണിനെ കുറിച്ച് പറയാനുള്ളത്? ഫിജി, കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് നമ്മൾ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശരിക്കും റോഡുകളുടെ അവസ്ഥ ദുരിതമാണെന്ന് പറയുമ്പോഴും എന്താണ് ശരിക്കുമുള്ള അവസ്ഥ എന്ന് നാട്ടിലേക്ക് ഇറങ്ങി കാണാനും അതിലേക്ക് നടപടിയൊക്കെ എടുക്കുന്നതിലേക്ക് വാർത്ത ചെയ്യാനും കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു. അതേ തുടർന്ന് ഇന്നിപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ക്യാമ്പയിനെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി പണികൾ നടക്കുന്നത് കൊണ്ട് നഗരത്തിലെ എന്തൊക്കെയാണ് ദുരിത കാഴ്ചകൾ എന്നൊക്കെ തന്നെ നേരത്തെ വാർത്തകൾ ചെയ്തതുകൊണ്ട് തന്നെ ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ ദുരിതം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അത്തരത്തിൽ ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ റോഡുകളും ദുരിത യാത്രയാണ്. എല്ലാ റോഡുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. അതിലൂടെ യാത്ര വളരെ ദയനീയമാണ്. ദുരിതം നിറഞ്ഞ യാത്രയാണ് ജനങ്ങൾ നയിക്കുന്നത് എന്ന് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. നഗരപ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ആ റോഡുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വഴിയുമായിട്ട് ജനങ്ങൾ പൊരുത്തപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇപ്പോൾ കണ്ട അരശുമൂട് കുഴിവിള റോഡിന്റെ അവസ്ഥയായാലും ഏകദേശം 8 വർഷത്തോളമായി റോഡിന്റെ അവസ്ഥ അതേ നിലയിൽ തുടരുകയാണ്. ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്നുള്ള ഒരു പ്രതികരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നെടുക്കാൻ ശ്രമിക്കുമ്പോഴും അവർ ആ റോഡുമായിട്ട് പൊരുത്തപ്പെട്ടു. ഏകദേശം 8 വർഷത്തോളമായി ഈ റോഡിലൂടെ സഞ്ചരിച്ച് ഇതാണ് അവരുടെ റോഡ് എന്ന് അവർ തന്നെ മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഒരു ദുരിതമായ വിഷയമെന്ന് പറയുന്നത്. MLA വന്ന് കണ്ട റോഡാണ്, കളക്ടർ ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ട റോഡാണ്. എന്നിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ റോഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ റോഡ് നേരെയാക്കാൻ ആരും വരില്ല എന്ന് നാട്ടുകാർ തന്നെ സ്വയം വിശ്വസിപ്പിച്ച് അതിലൂടെ ദുരിതയാത്ര നയിക്കുന്നു, ജീവിതം നയിക്കുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ ഒരു വിഷയം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പേയാട് മലയൻകീഴ് റോഡിലാണ്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4.5 കിലോമീറ്ററോളം ഈ റോഡുണ്ട്. ഈ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും സൂര്യ, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓട്ടോറിക്ഷയൊക്കെ പിന്നിലൂടെ പോകുന്നുണ്ട്. അവിടെ വലിയ കുഴികൾ നിറഞ്ഞിരിക്കുന്നു. വാഹനങ്ങളൊക്കെ കുഴികൾക്ക് വഴിമാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വിശദമായി അതിലേക്ക് വരാം. എന്തായാലും തിരുവനന്തപുരത്തു നിന്നുള്ള വിശദമായ റിപ്പോർട്ടുകൾ സൂര്യ നമുക്ക് പറഞ്ഞു തരും. തിരുവനന്തപുരത്തെ അവസ്ഥ. മറ്റൊരു കാര്യം, ഈ നമ്മുടെ വാർത്ത നൽകിയ
ശേഷം, ഈ ഒരു പരമ്പര ആരംഭിച്ച ശേഷം നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം, റോഡിലെ കുഴികളെക്കുറിച്ചുള്ള വിഷയം അവതരിപ്പിച്ചു. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുഴികളെല്ലാം അടിയന്തര പ്രമേയമായാണ് അവതരിപ്പിച്ചത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രി റിയാസ് അറിയിച്ചത് ഇതൊക്കെ നമ്മുടെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ കുഴിയും കുണ്ടുമൊക്കെ ഉള്ളത് എന്നാണ്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. മന്ത്രി, ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ, ഞങ്ങൾ ഈ അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലും ഒക്കെ കുണ്ടും കുഴിയുമാണ്. ഇത് മന്ത്രി ഈ റിപ്പോർട്ട് ഒന്ന് കണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ലൈവത്തോൺ കണ്ടാൽ മന്ത്രിക്കും മനസ്സിലാകും. അങ്ങനെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണ് പ്രതിപക്ഷം, ഇറങ്ങിപ്പോയി. പക്ഷേ എന്ത് നടപടി എടുക്കും? ഇനി മഴ കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകുമോ എന്നൊക്കെ ആശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ് ജനം. നേരത്തെ സൂര്യ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അരശപുരത്തെ ആ ഒരു റിപ്പോർട്ട് കണ്ട ശേഷം മനസ്സിലാകുന്നത്, അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, നാട്ടുകാർ പറയാണ്, തങ്ങളുടെ റോഡ് ഇങ്ങനെയാണ്. അവർ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയാണ്. ഈ കുണ്ടും കുഴിയും, ആ ചേട്ടൻ പറഞ്ഞത് നദിയാണിത്, നദി. റോഡ് കാണിച്ചിട്ട് പറയാം ഇത് നദിയാണെന്ന്. അപ്പോൾ അത്തരത്തിൽ അവർ മനസ്സിൽ പറഞ്ഞ് പതിപ്പിക്കുകയാണ്, ഞങ്ങളുടെ റോഡ് ഇങ്ങനെ നദിയാണ്, ഇത് ശരിയാവില്ല, ഒരു കാലത്തും ശരിയാവില്ല എന്ന്. കാരണം അവർക്കൊരു പ്രതീക്ഷയുമില്ല ഇത് ശരിയാവുമെന്ന്. പിന്നെ അവർ അത് വിശ്വസിച്ച് അതിലൂടെ ഉൾക്കൊണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഇതാണ് അവസ്ഥ. നമുക്ക് കോഴിക്കോട്ടേക്കാണ് പോകുന്നത്, മേഖലയിലേക്ക് പോകുന്നു. മേഖല ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കേരള ന്യൂസ് ലൈവത്തോൺ വന്നതിന് ശേഷം വലിയ താരമായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മേഖല ആരാണ് എന്ന് പരിചയപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫുട്ടേജ് ഉണ്ട്, ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് മേഖലയിലേക്ക് എത്താം. ഇതാണ് മേഖല അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങിന് ശ്രമിച്ചപ്പോൾ പറ്റിയ കാര്യം. എന്തായാലും തലനാരിഴയ്ക്കാണ് മേഖല അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ബസ്സുകളും വാഹനങ്ങളും ഒക്കെ ചീറിപ്പായുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എത്ര സാഹസികമായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും. മേഖല, എന്തു തോന്നുന്നു ഇപ്പോൾ? മേഖല നിൽക്കുന്നത് ആ വഴിയിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ ഒന്ന് പറയാനുള്ളത്? ഫിജി, തുടക്കത്തിലെ തന്ന പരിചയപ്പെടുത്തലിന് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴും അതേ സ്ഥലത്ത്, അതായത് നമ്മൾ മുന്നേ കണ്ട ദൃശ്യങ്ങളിലുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നമ്മൾ കഴിഞ്ഞ തവണ തുടർച്ചയായി എന്നാവാ കുഴിയടക്കാം എന്ന പരമ്പരയിലൂടെ തുടർച്ചയായി വാർത്ത നൽകിയ ഒരു സ്ഥലമാണിത്. ഇത് ബാലുശ്ശേരിയെ ബന്ധിപ്പിക്കുന്ന മാളിക്കടവ് തണ്ണീർപ്പന്തൽ പുതിയങ്ങാടി റോഡാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടർച്ചയായി എന്നാവാ കുഴിയടക്കാം എന്ന പരമ്പരയിലൂടെ വാർത്ത നൽകിയത്. ഇതിൽ നമ്മുടെ ഒരു പരമ്പരയുടെ തുടക്കം തന്നെ ഈ ഒരു വാർത്തയിലൂടെ ആയിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിൽ നമ്മൾ വെറുതെ വാർത്ത കൊടുത്തു പോവുക എന്നതിനപ്പുറത്തേക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇവിടുത്തെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത. അതിൽ പരിഹാരം ഉണ്ടായി എന്നുള്ളത് കേരള വിഷന്റെ ഭാഗമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വലിയ ഒരു അഭിമാനമുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഇത് കുഴിയാണോ അല്ല റോഡാണോ എന്നതിൽ വലിയ സംശയമുണ്ട്. ഇതിൽ ഇവിടെ സാധാരണക്കാർ, പൊതുജനങ്ങളടക്കം ദിവസേന യാത്ര ചെയ്യുന്ന റോഡാണിത്. പക്ഷെ ഇവിടെ ഒന്ന് കാൽനട യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഒരു 2 വാഹനം അടുപ്പിച്ച് വന്നാൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാണ്. ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. ഇനിയൊരു വാഹനം വന്നാൽ നമുക്ക് കാൽനട യാത്രക്കാർക്ക് ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമ്മളിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചു മുന്നേ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു ചേട്ടൻ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലൂടെയുള്ള ബസ്സിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ഹൃദയം അവരുടെ കയ്യിൽ കൊടുത്ത്, ബസ്സുകാരുടെ അടക്കം കയ്യിൽ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യണം. തിരിച്ചിറങ്ങുമ്പോൾ ആ ഹൃദയം വാങ്ങി തിരിച്ചു വരാം. അങ്ങനെയുള്ള രീതിക്കാണ്, അത്രയധികം മരണ പോരാട്ടമാണ് ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് അടക്കം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം ഇവിടെ കാൽനടയാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് IIT അടക്കം
അടക്കമുള്ള MSS ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നിലനിൽക്കുന്ന ഭാഗമാണിത്. ഇവിടത്തേക്ക് വിദ്യാർത്ഥികളടക്കം കാൽനട യാത്രക്കാരെ അടക്കം പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇങ്ങനൊരു ദുരിതം എന്നുള്ളത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ഇവിടെ എത്തിയതും ഇതിലൂടെയുള്ള യാത്രക്കാർ തന്നെ നമ്മളെ വിളിച്ചറിയിച്ചതിന്റെ അതിലൂടെയാണ് നമ്മൾ ഇവിടെ വാർത്ത ചെയ്യാൻ എത്തുന്നതും. എന്നാൽ വാർത്ത ചെയ്യാൻ ഇവിടെ എത്തിയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് വന്ന് ഒരു നേരനുഭവം, അതായത് നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ബസ് കടന്നു പോകുന്നതടക്കം എന്തൊരു കഷ്ടപ്പാടാണ് ഇതിലൂടെ ഒരു യാത്രക്കാർക്ക് അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർക്ക് അടക്കം എന്ന് നോക്കണം. അത് കുറച്ച് ബസ്സിന്റെ വേഗതയടക്കം കൂടുമ്പോൾ ഒരു മരണപ്പാച്ചിൽ കൂടി ആകുമ്പോൾ പിന്നെ അതൊരു കൊലക്കളമായി ഇവിടെ മാറും, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കൊരു ദുരിതം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും. എന്നാൽ നമുക്ക് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വാർത്ത ചെയ്യുന്നതിന്റെ ലക്ഷ്യം. അതും ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു റോഡിന്റെ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് 53 ലക്ഷം രൂപയാണ് അധികാരികൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ ഭരണാനുമതി എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് പോകാം, വിശദമായി അതിലേക്ക് പോകാം. അല്പസമയത്തിനകം മേഘനയിലേക്ക് നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് മേഘനയോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. മേഘന, ഇതിപ്പോൾ മേഘന ബസ് വരുന്നു, ചാടി രക്ഷപ്പെടുന്നു, അല്പം ചെളിയൊക്കെ ദേഹത്ത് പറ്റുന്നു, ഒരു രക്ഷപ്പെടലായിരുന്നു അത്. നമുക്കത് ഞാൻ നേരത്തെ നമ്മൾ ആ വിഷ്വൽ ഇപ്പോൾ കാണിച്ചല്ലോ, പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ആ വിഷ്വൽ ഒരിക്കൽ കൂടി കാണാം. മേഘന, എത്ര ലൈക്ക് അല്ലെങ്കിൽ എത്ര മില്യൺ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ടുണ്ട്? മേഘനയിലേക്ക് പോകാം. എവിടെ മേഘന? എവിടെ? 90 ലക്ഷം. ഓക്കെ, മേഘനയെ കാണാൻ, പറഞ്ഞോളൂ. ഫിജി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ 90 ലക്ഷം ആൾക്കാരാണ് നമ്മുടെ ആ വീഡിയോ കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 9 മില്യൺ ആൾക്കാർ ഈ ഒരു വീഡിയോ, ഈ ഒരു റോഡിന്റെ ദുരിതം റിപ്പോർട്ട് ചെയ്ത ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും, അതായത് ലോകത്തിലെ തന്നെ നാനാഭാഗങ്ങളിലും ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, വിവിധ ഇടങ്ങളിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 90 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു ദൃശ്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ദുരിതമടക്കം റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകരായി ഇവിടെ റോഡിലേക്ക് ഇറങ്ങി ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതമടക്കം 90 ലക്ഷം ആൾക്കാർ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആഘോഷിക്കേണ്ട ഒരു 90 ലക്ഷമാണോ എന്നുള്ളതിൽ സംശയമുണ്ട് ഫിജി. കാരണം അതിൽ തന്നെ പല വിമർശനങ്ങളും ഉണ്ടാകുന്നു, പലതരത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിക്ക് വരെ ആൾക്കാർ അതിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതൊക്കെ നമ്മൾ അത് ഒരു വിലയിരുത്തലിന് വേണ്ടി അംഗീകരിക്കുകയും ചെയ്യുന്നു. അതായത് അത് വിലയിരുത്തേണ്ട വിഷയങ്ങളാണ്. ഏതൊക്കെ തരത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ 90 ലക്ഷം ആൾക്കാർ ഈ ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അരമണിക്കൂറായി ഈ ഒരു ലൈവത്തോണിന് വേണ്ടി നമ്മൾ അരമണിക്കൂറായി ഈ പ്രദേശത്തെത്തിയിട്ട് ഇവിടെ നിന്ന് തന്നെ ആ വീഡിയോയിലൂടെ നമ്മളെ കണ്ട് പരിചയപ്പെട്ട് ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നു, ഇതിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ നമ്മൾ അരമണിക്കൂറായി ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഇവിടെ നമ്മൾ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഇതേ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൂടി ഉള്ളതാണ്. ഇത് വെറുതെ ഒരു റിപ്പോർട്ടർമാരുടെ മാത്രം അനുഭവമല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ ക്യാമറമാൻ അന്ന് സജി തറയിലായിരുന്നു. സജി തറയിൽ ആ ഒരു ദൃശ്യം പകർത്തുന്നു. പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് ആയതുകൊണ്ട് മാത്രം ഒരു ഉദാഹരണമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റി. പക്ഷേ ഇത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ വിഷയമാണ്. സ്കൂൾ കുട്ടികളടക്കം ഈ കുഴിയിൽ വീണ് അപകടം പറ്റിയിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാർക്ക് ഈ ഒരു ഇവിടെ ആക്സിഡന്റ് പറ്റിയ നിരവധി കേസുകളുണ്ട്. അങ്ങനെ ഇതിൽ നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. 90 ലക്ഷം ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ദൃശ്യം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായി തന്നെ കണക്കാക്കുന്നു. അതിൽ തന്നെ പലയിടത്തുമുള്ള കേരളത്തിലെ തന്നെയല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള പല ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും അതിൽ പ്രതികരിച്ചുകൊണ്ട്, പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അടക്കം അതിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു വാർത്ത നമ്മൾ എടുക്കുന്നു, ആ വാർത്ത
അതിലൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ആ വാർത്ത എടുക്കുന്നു. അത് ഉദ്ദേശ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. ഈ വാർത്ത തന്നെയാണ് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അടക്കം കണ്ടതും മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടതും ഒക്കെ ഈ വാർത്തയാണ്. ഈ വാർത്തയിലൂടെയാണ് ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ലോകത്തിലെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതിൽ ആ വീഡിയോയിലൂടെ പല വിമർശനങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അവിടെ പിന്തുണച്ചുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു റിപ്പോർട്ടറുടെ ഒരു അവസ്ഥ മാത്രമല്ല, കേരള വിഷനിലെ ഒരു റിപ്പോർട്ടറുടെ അവസ്ഥയല്ല, മറിച്ച് പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഈ ഒരു വിഷയം അനുഭവിക്കുന്നു. ദേശീയപാതയുടെ കൂടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഒരു ബദൽ സംവിധാനം അതായത് 2 വാഹനങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബസ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. ഇതിലൂടെ ഇനി ഒരാൾ കാൽനട യാത്രക്കാരായി പോകുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്റെ അവസ്ഥ, അന്നുണ്ടായ ഒരു അവസ്ഥ, ഞാൻ കഷ്ടിച്ചൊന്ന് ചാടിയത് കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റി. പക്ഷെ ഇങ്ങനെ ചാടാൻ പറ്റാത്ത പലരും ഉണ്ടാകും. അവർക്ക് ഈ ഒരു ബസിന്റെ അടിയിലായി പോകുന്ന ഒരു സാഹചര്യം. എൻ്റെ ഒരു വീട്ടിൽ നിന്നൊക്കെ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ ആവലാതി ഉണ്ടായി. ഈ ആവലാതി തന്നെയാണ് ഇവിടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നവർക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ. തീർച്ചയായും മേഘന അങ്ങനെ ചാടി രക്ഷപ്പെട്ടു, അതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി. നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ വാഹനങ്ങളൊക്കെ കുതിച്ചു പായുന്നതൊക്കെ വലിയ പ്രശ്നമായി മാറുന്നുണ്ട് മേഘന. മറ്റൊരു കാര്യം മേഘന, ഞാൻ ശ്രദ്ധിച്ചു, ഈ 90 ലക്ഷം പേര് പറഞ്ഞു, പലരും നന്നായി റിപ്പോർട്ടിനെ അംഗീകരിച്ച് നല്ലതാണ് എന്ന് പറഞ്ഞു, ഇത്തരം റിപ്പോർട്ടുകൾ വേണം എന്ന് പറഞ്ഞു, ജനശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞു. മറുവശത്ത് ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായി, സ്വാഭാവികം. പക്ഷേ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചത്, ആശങ്കപ്പെടുത്തിയത് മേഘന, ഈ വളരെ മോശമായ കമന്റുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കുഴിയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ. ഈ റിപ്പോർട്ടർ ഇപ്പോൾ കുഴിയിൽ പോയതിനെ ഞാനതൊന്നും പറയുന്നില്ല, അത് വളരെ മോശമാണ്. ഇങ്ങനെയൊന്നും ഒരു കമന്റും ഒരാളും ഇടരുത് സോഷ്യൽ മീഡിയയിൽ. അതും ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നേ പറയാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഈ നെഗറ്റീവ് കമന്റുകൾ ആഘോഷിക്കുന്നവരുണ്ടാവും, പക്ഷേ നമ്മൾക്ക് ഈ നെഗറ്റീവ് കമന്റുകളിലൊന്നും വലിയ ആഘോഷം തോന്നുന്നില്ല, സത്യം പറയാണ് പ്രേക്ഷകരെ. എന്തായാലും മേഘനയ്ക്ക് എന്താണ് തോന്നുന്നത് ഈ വളരെ മോശപ്പെട്ട ഈ കമന്റുകൾ വായിച്ചപ്പോൾ? ഫിജി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ആഘോഷിക്കേണ്ട ഒരു 90 ലക്ഷമാണോ ഇത് എന്നത് വലിയ സംശയം ഉണ്ടാക്കുന്നുണ്ട്. സൈബർ ബുള്ളിങ് അടക്കം വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഒരു മാധ്യമ പ്രവർത്തകയായി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു അധിക്ഷേപം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. നമ്മൾ ഈ ഒരു റോഡിന്റെ ഒരു പരമ്പരയ്ക്ക് ശേഷം അടുത്തതായി ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വിഷയം, പരമ്പരയാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സൈബർ ബുള്ളിങ് എന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം ഈ ഒരു 90 ലക്ഷം ആൾക്കാർ, അതിലധികം കമന്റുകൾ, ഷെയറുകൾ, ഇതിലൊക്കെ ഉണ്ടാകുന്നത് ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ അധിക്ഷേപിക്കപ്പെടുന്നത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണെങ്കിലും ജനങ്ങൾ അതിന് എതിരഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും അത് പറയേണ്ട ഒരു രീതിയും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല. ഇത് എന്റെ അനുഭവം മാത്രമല്ല, പല മാധ്യമ പ്രവർത്തകർക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ ഈ ഒരു ദുരനുഭവം നേരിട്ടവരായിരിക്കും. ആ ഒരു തരത്തിൽ തന്നെയാണ് ഈ ഒരു കമന്റുകളെയും ഒക്കെ കാണുന്നത്. അവർ വിമർശിക്കുന്നത് ഈ റോഡിലെ കുഴിയോ അല്ലെങ്കിൽ നമ്മൾ മാധ്യമ പ്രവർത്തനം ചെയ്ത രീതിയോ ഒന്നുമല്ല, മറിച്ച് ഒരു സ്ത്രീയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീയുടെ ശരീരമടക്കമുള്ളവ, അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെ സംസാരിക്കുന്നു, സ്ത്രീ എന്ത് വസ്ത്രം ധരിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം വിശകലനത്തിന് അടിസ്ഥാനമാക്കുമ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് അപലപിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് അടുത്ത പരമ്പരയായി ഈ സൈബർ ബുള്ളിങ്, കഴിഞ്ഞ ദിവസമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായത്. നമുക്ക് ഇതിനൊക്കെ നേരിടാനും മനക്കെട്ടിയും ഉണ്ട് എന്ന് പറയാം. പക്ഷേ അതിന് പാകതയില്ലാത്ത ആൾക്കാരെ കൂടെ നമ്മുടെ സമൂഹത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിമർശിക്കേണ്ടതായ രീതിയുണ്ട്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ അടക്കം അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട്, നമ്മുടെ മാധ്യമപ്രവർത്തന രീതി അധിക്ഷേപിച്ചുകൊണ്ട്, സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമായിരുന്നു അതിലുണ്ടായത്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും ആ ഒരു രീതിക്ക് സോഷ്യൽ മീഡിയ മാറാൻ പാടില്ല. അതായത് 90 ലക്ഷം ആൾക്കാർ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കണ്ടു, ഏത് തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ വിലയിരുത്തി എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഫിജി. തീർച്ചയായും മേഘന, ചർച്ച ചെയ്യപ്പെടേണ്ടത്, തിരുത്തേണ്ട ഒരു വിഷയമാണ്.
ഈ ഒരു കാണുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും വാർത്തകൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഇതുപോലുള്ള ദൃശ്യങ്ങൾ കാണുന്നവർ അതിൻ്റെ പോസിറ്റീവ് വശം മാത്രം ചിന്തിക്കണം എന്നും പറയാനൊന്നും ഞങ്ങൾക്ക് അവകാശമില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ മോശം കമൻറ്റുകളിട്ട് പരസ്യ പ്രതികരണം നടത്തുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയാനുള്ളത്. എന്നാലും മേഘന ആ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 53 ലക്ഷം രൂപയാണ് ആ റോഡിന് വകയിരുത്തിയത്. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ അവിടെ കേസെടുത്തു. എങ്ങനെയുണ്ട് കേരള വിഷന്റെ വാർത്താ പരമ്പരയുടെ ഇമ്പാക്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഏതായാലും മേഘനയ്ക്ക് ഒരു കയ്യടി നമുക്ക് നൽകിയേക്കാം. മേഘന, ഞാൻ തിരിച്ചെത്താം. നമുക്ക് ആ റോഡിലെ പ്രശ്നങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട്. അതിലെ ബസ്സിന്റെ സ്പീഡ്, മറ്റു കാര്യങ്ങൾ പറയാനുണ്ട്. ബസ്സിന്റെ സ്പീഡ് പറഞ്ഞപ്പോഴാണ് മേഘന ഇടിക്കാൻ വന്ന വണ്ടിയുടെ പേര് ഹെവൻ എന്നാണ്. ഇത്ര ചീറിപ്പാഞ്ഞു പോയി കുഴിയിൽ ചാടിച്ച് പാഞ്ഞു പോകുന്ന, അപകടമുണ്ടാക്കുന്ന രീതിയിൽ പാഞ്ഞു പോകുന്ന ബസ്സിന്റെ പേരാണത്രേ ഹെവൻ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.